نستعينه من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും റബ്ബിൻ്റെ മുമ്പിൽ നമ്മെ ഒരുമിച്ച് ചേർത്ത് നാം ചെയ്ത സകലമാന കർമ്മങ്ങളും ഒരുമിച്ച് ചേർത്ത് ആ ഗ്രന്ഥം നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്ന, അതിനെ തുടർന്ന് വവജദൂ മാ ഹമിലു ഹാദിറ എന്ന വീഡിയോയിൽ കാണുന്നത് പോലെ ഹാദിറായി മുഴുവനും കാണപ്പെടുന്ന ആ പരലോകത്തെ ഭയന്ന് ജീവിതത്തിൻ്റെ രഹസ്യമേഖലയിലും പരസ്യമേഖലയിലും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കി വിശുദ്ധമാക്കണമേ എന്ന് ഈ അവസാനത്തേതാവാൻ സാധ്യതയുള്ള റമദാനിലെ വെള്ളിയാഴ്ചയിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും പരലോക ചിന്ത ഉള്ളിൽ തട്ടി എല്ലാ സമയത്തും നമ്മൾ നിരീക്ഷണത്തിലാണ് എന്ന ബോധ്യതയോടുകൂടി
കർമ്മനിരതമാകുവാൻ, സൂക്ഷ്മത കാണിച്ച് ജീവിക്കുവാൻ തൗഫീക്ക് നൽകി അള്ളാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് റമദാൻ നമ്മോട് വിട പറയുകയായി. ഇനി കഴിഞ്ഞു എന്ന് വിചാരിക്കാനും പറ്റാത്ത സമയമാണ്. ഉള്ള സമയം ശരിക്ക് ഉപയോഗപ്പെടുത്തേണ്ടുന്ന സന്ദർഭമാണ്. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് അവസാനത്തെ 10 പ്രതീക്ഷിക്കുക, ഒറ്റയിട്ട് രാവിൽ പ്രതീക്ഷിക്കുക, ചിലപ്പോൾ ഇരട്ടയിലും വരാം. അങ്ങനെ മൊത്തം ശ്രദ്ധിക്കണമെന്ന് പറയുകയും ഇനി ഒറ്റയിട്ട് രാവ് തന്നെ 25, 27, 29 ഒക്കെ ബാക്കിയാണ്. അതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ ജാഗ്രത കാണിച്ച് ഏറെ നമ്മുടെ എല്ലാം ആയുസ്സിലെ ഖദറാക്കുന്ന, കണക്കാക്കുന്ന ആ ദിനം ഖൈറുമിൻ അൽഫി ശഹറുള്ള 1000 മാസത്തേക്കാൾ പുണ്യമുള്ള, നേരം പുലർന്നുവരെ അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ആ ഒരു പുണ്യത്തിലേക്ക് ഒന്നുകൂടി സടപുടഞ്ഞ് വീട്ടുകാരെയൊക്കെ അതിന് പ്രേരിപ്പിച്ച് മുന്നോട്ട് വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 നമ്മളൊക്കെ പഠിച്ചതുപോലെ പള്ളിയിൽ ഭജനമിരിക്കുന്ന, ഒറ്റക്ക് റബ്ബുമായി ഏറെ കഴിച്ചുകൂട്ടുന്ന, ഒറ്റക്കിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, എല്ലാം തനിച്ചാകുന്ന, ജമാഅത്തിന് മാത്രം സംഘമായി അണിചേർന്ന് വീണ്ടും ഒറ്റക്ക് പോയിരിക്കുന്ന, അങ്ങനെ ആണ് ഇത്തികാഫുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിപ്പിച്ചത്. ഖേദകരമെന്ന് പറയട്ടെ, 20ാം രാവിന് നമുക്കറിയാം മലപ്പുറത്തൊക്കെ അവിടെ എല്ലാവരും കൂട്ടമായി പലതും അവിടെ ഒറ്റക്ക് സൃഷ്ടാവുമായി ഇരിക്കുന്നതിന് പകരം സൃഷ്ടികളുമായി കൂടിച്ചേർന്നുള്ള പലതും റസൂല പഠിപ്പിക്കാത്തത് നമ്മൾ കാണാൻ. അവിടുത്തെ സലാത്തും മറ്റ് കാര്യങ്ങളുമൊക്കെ അങ്ങനെ ആ ഒരു പ്രവാചകൻ പള്ളിയിൽ ഒറ്റക്ക് ഭജനം ഇരിക്കുമ്പോൾ ഓരോരുത്തർ ഒറ്റക്കൊറ്റക്കായി ഇരുന്ന് റബ്ബിലേക്ക് അടുക്കേണ്ടതിന് പകരം മറ്റൊരു രീതി നമ്മൾ കാണുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വളരെ ഇസ്ലാമിന് അന്യമായ, സുന്നത്തിനെതിരായ പലതും നമ്മൾ ഈ അവസാനത്തെ 10 കാണാൻ പോകുകയാണ്. ഓരോ റമദാനിലും ഇത്തരം കാഴ്ചകൾ, അതിൻ്റെയൊക്കെ വീഡിയോകൾ കണ്ടവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഗൗരവമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സുന്നത്തിനെതിരായത് ചെയ്യുക എന്ന്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും അവസാനത്തെ 10 ആ ഇരുന്നതിന് പകരം 27 ഓരോരുത്തരെ ഖബറിലേക്ക്, അതായത് മരിച്ചു മൺപറഞ്ഞു പോയ മാതാപിതാക്കളെ ഖബറിലേക്ക് വരെ അങ്ങനെയൊക്കെ പോകുന്ന സുന്നത്തായിട്ട് റസൂല പഠിപ്പിച്ചിട്ടില്ല. അന്ന് പള്ളിയിലിരിക്കാൻ തന്നെ പഠിപ്പിച്ചത്. മാതാപിതാക്കളെ ഖബറിലും മറ്റ് ഖബറിലുമൊക്കെ നമുക്ക് പോയിട്ട് പ്രാർത്ഥിക്കാം, റസൂല പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 2 ചിന്ത ഖബറിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും. ഒന്ന് ചിന്തയാണ് ഉണ്ടാകേണ്ടത്, ഒന്ന് പരലോക ചിന്ത. അതെ, നമുക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള സ്മരണ വരാൻ. രണ്ടാമത്തത് ഈ ഖബറാളിക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. അതും 20ാമത്തെ രാവിന് പറഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ചയിലും ചില ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഖബറൊക്കെ ഉള്ള പള്ളിയിൽ, ശരിക്ക് ഇസ്ലാമികമായിട്ട് ഖബറുള്ളടത്ത് പള്ളി ഉണ്ടാവരുതെന്ന്. നമ്മളൊക്കെ മഹല്ലിൽ വലിയ പള്ളിയും ഖബറും ഒരു സ്ഥലത്തായിരിക്കും. ഖബറൊരു പൊതു ശ്മശാനമായി ജന്നത്തുൽ ബഖിയെ പോലെ വേറൊരു സ്ഥലത്താണ് വേണ്ടതെന്നാണ്. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല സംവിധാനം. ശരിക്ക് എന്നിട്ട് പലരും ജുമായക്ക് ഒരു ദീനിയായി ലഭിക്കണം എന്നുള്ള ഒരു പള്ളി പോണതിന് പകരം അറബിയിൽ ഖുത്ബ കേൾക്കാൻ പോണതിന്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവിടെ ബാപ്പന്റെ ഖബറുണ്ട്, ഉമ്മാന്റെ ഖബറുണ്ട്, വല്യമ്മാന്റെ ഖബറുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച ആ ഖബറുള്ള പള്ളിയിൽ പോകണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിൽ വെള്ളിയാഴ്ച ഖബറിങ്ങ് പോവുക,
അല്ലെങ്കിൽ പെരുന്നാക്ക് കബറിങ്ങ് പോവുക, അല്ലെങ്കിൽ 27,000 പ്രത്യേകമായിട്ട് കബറിങ്ങൾ പോവുക എന്ന ഒരു സംവിധാനം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ അറിഞ്ഞാൽ പോരാ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട്, സഹപാഠികളോട്, അതൊക്കെ അങ്ങനെ ചിന്തിച്ച് ആ നിലക്ക് വലിയ പുണ്യമാണെന്ന് വിചാരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരോട് 27,000 അങ്ങനത്തെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം പ്രാർത്ഥനാ സദസ്സുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിക്കാത്തടത്ത് പോകുന്നവരോടൊക്കെ നമുക്ക് അതിന്റെ സത്യാവസ്ഥ സ്നേഹവായ്പോടുകൂടി പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ടുന്ന വല്ലാത്തൊരു സമയമാണിത്. അതുകൊണ്ട് വളരെ സ്പീഡിൽ വസാരിയോ ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സ്സമാവാതു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. അതായത് സ്പീഡിൽ വരാനാ പറഞ്ഞത് അള്ളാഹു. വളരെ വേഗതയിൽ ധൃതിപ്പെട്ടു വരുവീൻ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അള്ളാഹുവിന്റെ ആ ഇസ്തിഗ്ഫാറിലേക്കും നിങ്ങൾ സ്പീഡിൽ വരുവീൻ. അങ്ങനെ സ്പീഡിൽ പാപമോചനം തരുന്നവർക്ക് ഒരുക്കി വെച്ചതാകുന്നു സ്വർഗമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ. അവരുടെ ആ പാപമോചനം തേടുന്നവരുടെ പ്രത്യേകതയായി പഠിപ്പിക്കുന്നതും അല്ലദീന, അവർ യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, അതായത് അവരെന്തെയും ചെലവഴിക്കും ഞെരുക്കാവസ്ഥയിലും ഇടുക്കമുണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും ധാരാളമുണ്ടാകുമ്പോഴും 2 സമയത്തും അവര് പിശുക്ക് കാണിക്കാതെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഞെരുക്കത്തിലും പ്രയാസത്തിലും അതേപോലെയുള്ള നല്ല അവസ്ഥയിലും അവര് ചെലവഴിച്ചുകൊണ്ടേയിരിക്കും, ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ വൽ ഖാലിമിൻ ഗൈള, കോപം വരുമ്പം അവരെന്ത് ചെയ്യും? അതിനെ ഒതുക്കി നിർത്തും. അതെ, ചൂടായി പ്രശ്നമുണ്ടാക്കി കച്ചറുണ്ടാക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാവില്ല. അവര് ഒതുക്കി വെക്കും. ആഫിനാസ്, ജനങ്ങൾക്ക് എന്ത് ചെയ്യും? മാപ്പ് കൊടുക്കും, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അതെ, നമ്മൾ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണല്ലോ അള്ളാഹ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുക. സത്യത്തിൽ സഹോദരങ്ങളെ, നമ്മളെ നോമ്പ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടോ? നമ്മളെ ഈ റമളാനില് വിട്ടുകൊടുക്കാനും പൊരുത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനും വിനയാന്യതരാകാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി തൗബ ചെയ്യാൻ നമുക്ക് കഴിയുണ്ടോ? ശരിക്ക് ഈ നോമ്പിന്റെ അവസാനമാകുമ്പോൾ നമ്മൾ എങ്ങനെ ആവേണ്ടത്? ഒരു മാവുമ്മൽ മാങ്ങ ഉണ്ടാവുമ്പോൾ ആ കൊമ്പ് താന്നു വരുന്നത് പോലെ എളിമയിലേക്ക് വരാൻ നമ്മളെ നോമ്പ് സാധിക്കണം. എന്ത് കഴിവ് നമുക്കുണ്ടോ അതിനനുസരിച്ച് താവാൻ, എളിമ കാണിക്കാൻ, വിനയപ്പെടാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, മാപ്പ് കൊടുക്കാൻ എന്നുള്ള അങ്ങനത്തെ ഒരു മാനസികാവസ്ഥക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോഴാണ് നോമ്പ് ഫലവത്തായ നോമ്പാവും. അതെ, അങ്ങനെ തൗബ ചെയ്യുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങേണ്ടത്തേക്ക് നമ്മൾ എത്തണം. എത്രത്തോളം ആ കൊമ്പ് താന്നു വരുന്നത് പോലെ നെല്ല് കതിര് വന്നാൽ ആ കതിരിങ്ങനെ വളഞ്ഞി അവസാനം അതിങ്ങനെ താഴ്ന്ന് കൊഴിയാറാകുമ്പോഴേക്ക് നിലത്തിങ്ങനെ കടുക്കുമ്പോഴും അവിടെ നേർ നിൽക്കുന്ന ചിലതുണ്ടാവും. അതെന്താ? അത് വീഴാതെ ഇങ്ങനെ നിൽക്കും. ഒരു സംഭവം എന്നൊക്കെ തോന്നും. നമ്മൾ അങ്ങനത്തെ ഒരു അഹങ്കാരമുള്ള ഒരു തണ്ടുള്ള ആളാണോ നമ്മൾ? ആലോചിക്കണം. വായ കൊലച്ചാൽ അത് കീപ്പോട്ട് വരും, താഴോട്ട് വരും. എന്നാലോ 1000 തൂമ്പുള്ള തൂമ്പടച്ച വായ നേരെ നിൽക്കും, സംഭവം നിൽക്കും. ഇതേപോലത്തെ ഒരു കിബറെങ്ങാനും നമ്മളൊക്കെ തേഞ്ഞൊരു തോന്നലെങ്ങാനും നമുക്ക് വന്നാൽ കഴിഞ്ഞു. ഖുർആൻ ആ കാര്യവും നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ലാ തഹ്സബന്നല്ലദീന യഫ്റഹു ബിമാ തൗ, ചെയ്തതിൽ സന്തോഷം കൊള്ളുകയും നമുക്കൊക്കെ തരക്കേടില്ല എന്ന് സ്വയം തോന്നുകയും വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, ചെയ്യാത്തതിന്റെ പേരിൽ ഹംദ് പറയാൻ ഇഷ്ടപ്പെടുക. ഉഷാറാണെന്ന് നമ്മളെപ്പറ്റി ആരെങ്കിലും എല്ലാം നൽകും, തറാവിയും ഖിയാമുല്ലയിലും അതേ രാത്രി തഹജ്ജുദിലുമൊക്കെ ഉണർന്ന് വന്ന് അതേ മറ്റുള്ള ഇത്തികാഫിരുന്ന് പലതും ചെയ്തു, ദാനം ചെയ്തു, ഒരുപാട് ഉഷാറായി നമുക്കിങ്ങനെ സ്വയം തോന്നുക ഞാൻ തരക്കേടില്ല എന്ന്. അല്ലാഹ് പറയാണ് ലാ തഹ്സബന്നല്ലദീന യഫ്റഹു ബിമാ തൗ, ചെയ്തതിൽ ഊറ്റം കൊള്ളുകയും വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, ചെയ്യാത്തതിന്റെ പേരിൽ ഹംദ് പറയാൻ നമ്മളെപ്പറ്റി ആരെങ്കിലുമൊക്കെ പറയുമ്പം ഞാൻ അങ്ങനെയാണ് എന്ന് സ്വയം തോന്നുക. ഇത് രണ്ടുണ്ടായാൽ, ഈ തോന്നൽ വന്ന് അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വന്നാൽ ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷന്ന് രക്ഷപ്പെട്ട ഭാഗ്യവാന്മാരെന്ന് നീ കരുതണ്ട. വലഹും അദാബുൻ അലീം,
അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ കഴിഞ്ഞു. കൂരിട്ട രാത്രിയിൽ കറുത്ത ഉറുമ്പ് ഒരു കരിമ്പാറിന്റെ മുകളിലൂടെ പോകുന്നത് ആർക്കും കാണാൻ സാധിക്കാത്തതുപോലെ ഈ ചിന്ത വരുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. റസൂല പഠിപ്പിച്ചു തന്നു, 3 ആളുകളെയാണ് പരലോകത്ത് ആദ്യം ഒരുമിച്ച് കൂട്ടുക എന്ന്. അതെ, ആ 3 പേരെയാണ് ആദ്യം ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യുമ്പം ആർക്ക് വേണ്ടി ദാനം ചെയ്തു എന്ന് വലിയ ധർമ്മിഷ്ഠനായ, ആര് ചോദിച്ചാലും കഴിയും മെയ്യും മറന്ന് കൊടുക്കുന്ന, അതെ അങ്ങനത്തെ ധർമ്മിഷ്ഠൻ. എല്ലാവരും ആ ധർമ്മിഷ്ഠനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. അള്ളാഹ് ചോദിക്കുന്നത് എന്താ? ആർക്ക് വേണ്ടി ദാനം ചെയ്തു? സത്യത്തിൽ അദ്ദേഹം ചെയ്തതോ റബ്ബിന്റെ കൂലിക്ക് വേണ്ടി തന്നെയാണ്. അള്ളാന്റെ കൂലി ആഗ്രഹിച്ചാണ് ദാനം ചെയ്തത്. പക്ഷേ ആ കരിമ്പാറിനമ്മളുടെ കറുത്തുറുമ്പ് പോകുന്നത് പോലെ ഒരു ചെറിയ ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ട്. എന്താണ് ആ ചിന്ത? ഞാനൊരു ധർമ്മിഷ്ഠനാണ് എന്നൊന്ന് അറിയണം എന്നൊരു ചിന്ത നാമിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിന്ത അള്ളാന്റെ കൂലിയാണ്. പക്ഷേ ഒരു ചെറിയതേ ഉള്ളൂ, ഒരു തോന്നലേ വന്നുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുമ്പം ആർക്ക് വേണ്ടി എന്ന് പറയുമ്പം അദ്ദേഹം പറയുന്നതും എന്താണ്? അള്ളാഹുവേ, നിന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദുനിയാവെന്ന് ദാനം ചെയ്തെന്ന് പറയുമ്പം റബ്ബിന്റെ മറുപടി കൽദബ്ത, കളവാണ് പറഞ്ഞത്. അതുകൊണ്ട് നിന്നെപ്പറ്റി നീ മരിച്ചിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ. ആ അറിയണ തോന്നൽ, ആ ചിന്ത നാം വിട്ടത് കൊണ്ട് നരകത്തിലേക്ക് പോയിക്കോ എന്ന് ആ ധർമ്മിഷ്ഠനായ മനുഷ്യനോട് പറയുന്ന രംഗം. അതെ, നമ്മളൊക്കെ ഉപദേശികളാണല്ലോ, ഉപദേശിക്കാറുണ്ടല്ലോ. ഉപദേശന കാര്യം ചെയ്യാഞ്ഞാൽ അങ്ങനത്തെ ഒരു പണ്ഡിതനെയാണ് പിന്നെ പരലോകത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഈ ഉപദേശമൊക്കെ നടത്തിയിട്ട് സുബൈക്ക് പള്ളിയിൽ വരണമെന്ന് വയല് പറഞ്ഞിട്ട് ഉസ്താദിനെ പിന്നെ കാണൂലല്ലോ, ഉസ്താദിന്റെ നാട്ടിലല്ലേ, ഉസ്താദ് കടന്നുറങ്ങുക, കേട്ട ആൾക്കാർ നന്നാവുക. അപ്പോ ഉസ്താദിന് നാളെ നരകത്ത് ഇങ്ങനെ ആസ്യലുകൾ തിരിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അല്ലേ? അവിടെ എന്താ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു, പക്ഷെ ഞാനത് ചെയ്തില്ല. അതുകൊണ്ടാണ് പ്രസംഗം കേട്ട ആൾക്കാർ സ്വർഗത്തിലും ഉസ്താദ് നരകത്തിലുമാണിത്. ഉപദേശിക്കുന്നത് നമ്മളൊക്കെ കരുതണം, എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശിക്കുന്നത് ലിമത്തക്കൂലുന മലാത്തഫൻ, പ്രവർത്തിക്കാത്തത് പറയരുത്, പറയും വേണം, ചെയ്യും വേണം. അതെ, അതില്ലെങ്കിലും ഇങ്ങനെയാവും. അതേപോലെ യോദ്ധാവിനെയാണ് പിന്നെ അള്ളാഹുവിനെ യുദ്ധം ചെയ്ത് രക്തം വാർന്ന് ഷഹീദായ മനുഷ്യനെയാണല്ലോ ഒരുമിച്ച് കൂട്ടുന്നത്. അവിടെയും ചോദ്യം ആർക്ക് വേണ്ടി ഷഹീദായി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിന്റെ പ്രീതിക്ക് വേണ്ടി എന്നാണ്. അള്ളാഹ് പറയുന്നു, ഒരു യോദ്ധാവാന്ന് അറിയപ്പെടുന്ന ഒരു ചിന്ത നാം വിട്ടിരുന്നു എൻ്റെ മനസ്സിൽ. അള്ളാഹ് മനസ്സിൽ കാണാൻ നമ്മളതൊക്കെ നോക്കുക. അതുകൊണ്ട് നരകത്തിലേക്ക് പോയിക്കൊന്നു പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തുകളും ഒരിക്കലും അങ്ങനെ ആവാതിരിക്കാൻ, അങ്ങനത്തെ ചിന്ത നാം ഇടാതിരിക്കാൻ, ലിയാവ് വരാതിരിക്കാൻ നമ്മൾ അള്ളാഹുവോട് മനം പൊട്ടി പ്രാർത്ഥിക്കുകയും ഒരു നിലക്കും ഒരാളെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ ശ്രദ്ധ പിടിച്ചു പറ്റാനോ അങ്ങനത്തെ ഒരു ചിന്ത വരാത്ത വിധം ഇഖ്ലാസോടുകൂടി നമുക്ക് ഇനിയുള്ള അവസാന സമയം ഏറെ ശ്രദ്ധിച്ച് കർമ്മനിരതമാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് കരുത്ത് പകരുവാനാകട്ടെ. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി തൗബ ചെയ്യണം. അതെ, അങ്ങനെ തെറ്റുകളുടെ കൂമ്പാരം ചെയ്താലും ഒരു കുന്ന് കണക്കെ തെറ്റ് ചെയ്ത ഒരാൾ, അദ്ദേഹത്തോടും അല്ല വിളിക്കുന്നത് കുല്യാ ഇബാദി എന്നാണല്ലോ. അതെ, തെറ്റുകളുടെ കൂമ്പാരം ചെയ്ത മനുഷ്യ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ കാരണത്തൊട്ട് നിരാശനാവേണ്ടതേ ഇല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹ് മുഴുവൻ പാപവും പുറത്തുതരും. ആൾക്കാരൊക്കെ പലപ്പോഴും പറയാറില്ല, എന്താ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനി രക്ഷപ്പെടില്ല, ഇനി കഴിച്ചില്ല, അതിന് മാത്രം എൻ്റെ അടുത്ത് പറ്റിപ്പോയിനു എന്ന് പറയുമ്പോൾ ആ പറ്റിപ്പോയവരെയാണ് അള്ളാഹു കുല്യായിബാദി, എന്റെ അടിയാറുകളെ എന്ന്, തിന്മ ചെയ്തവരെ എന്ന് വിളിക്കുന്നത്. എന്നിട്ടും ഈ ചാൻസ് കിട്ടിയിട്ട് നമ്മൾ നന്നാകാന്നാലോ, പിന്നെ നമുക്ക് നരകട്ടോ. നരകം അള്ളാന്റെ കാരുണ്യാണ്. തറ സൗകര്യം നിന്നിട്ട് എന്ത് സംഭവിച്ചാലും അവർക്കൊക്കെ റബ്ബ് പുറത്തിരുന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ മാറാന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ
ഖേദിച്ച് മടങ്ങണം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പശ്ചാത്താപിച്ച് മടങ്ങുക. അങ്ങനെ മടങ്ങിയാൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ, താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. യൗമല യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനു മഅഹു, നബിയെയും നബിയെ കൂടെ വിശ്വസിച്ചവരെയും അപമാനത്തിലാക്കാത്ത ദിവസം. നൂറുഹും യസ്ആ ബൈന ഐദിഹിം വബിഐമാനിഹിം യഖൂലുന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, ആ പ്രകാശം മുമ്പിലും വലതുഭാഗത്തും ചുറ്റി സഞ്ചരിക്കുമ്പം അള്ളാഹുവോട് പറയും, യഖൂലുന റബ്ബനാ അത്മിം ലനാ നൂറ, അല്ലാഹുവേ ഈ പ്രകാശം പൂർത്തീകരിച്ചേരണേ, വഗ്ഫിർ ലനാ, പുറത്തു തരണേ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അങ്ങനെ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു നമുക്ക് പാപങ്ങൾ പൊറുക്കും എന്ന് മാത്രമല്ല, തുടർന്ന് വിശുദ്ധ ഖുർആൻ അതേ തെറ്റുകൾ ചെയ്തതിനെക്കുറിച്ച്, ഖേദിച്ച് മടങ്ങുന്നതിന്റെ പ്രത്യേകതയെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹ് തൗബ ചെയ്യുന്നവർക്കുള്ള പ്രത്യേകത, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ, ഒരാള് ആത്മാർത്ഥമായി പശ്ചാത്താപിച്ച് മടങ്ങിയാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അയാളെ തിന്മയെ അള്ളാഹു നന്മയാക്കി കൊടുക്കും. നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറയാണ്, തെറ്റുകൾ, ഇത്ര കാലം ചെയ്ത തെറ്റുകൾ, എന്തൊക്കെ ഗുരുതരമായ ഹറാം പറപ്പ് വന്നു പോയിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തു പോയിട്ടുണ്ടോ, ആ തെറ്റുകളെ മുഴുവനും പുറത്തിരുന്നല്ല ഇവിടെ പറഞ്ഞത്, മായ്ച്ചിരുന്നല്ല പറഞ്ഞത്. പിന്നെ ആ തെറ്റുകളെ മുഴുവനും നന്മയാക്കി തരാം. ഗവൺമെന്റ് കള്ള നോട്ട് കൊണ്ടുവന്നാൽ നല്ല പുതിയ നോട്ടായിട്ട് തരാന്ന് പറഞ്ഞേക്കാൾ ഭംഗിയായിട്ട് അല്ലാഹ് പറയാണ്, ഫഉലൈക യുബദ്ദിലുല്ലാഹ്, അല്ലാഹു പകരം തരാം, സയ്യിആതിഹിം, തിന്മക്ക് പകരം ഹസനാത്ത്, നന്മ നൽകാം, തിന്മയെ നന്മയാക്കി മാറ്റിത്തരാം. വകാനല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അതുകൊണ്ട് ഈ അവസാന നിമിഷം ഏറെ റബ്ബുമായി അടുത്ത്, റബ്ബിലേക്കേറെ അമലുകൾ വർദ്ധിപ്പിച്ച്, പള്ളിയിൽ തന്നെ പരമാവധി കഴിച്ചുകൂട്ടി, അങ്ങനെയെല്ലാം ഈ റമദാനോട് വിട പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തേണ്ട ഒരു സമയമായി നമ്മൾ കാണണം. അതോടൊപ്പം ഈ ഒരു സൽക്കർമ്മം നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവ മഹിമ ഏറെ നന്നാവണം. ഏറെ കീഴ്പോട്ട് വരാൻ, എളിമ കാണിക്കാൻ, മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്ത് ഫായിഷത്ത് വന്നാലും അള്ളാഹനെ ധാരാളമായി ഓർക്കുന്ന, അതേ അങ്ങനെ കരയുന്ന, റബ്ബിനെ ഓർത്ത് കരയുന്ന, ആ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വരുന്ന അവരെ നരകം സ്പർശിക്കുകയില്ല എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഓർത്ത് ഇഖ്ലാസോടുകൂടി ജീവസുറ്റ ഈ അവസാന സമയം അത് ഏറെ കരുത്താർജിച്ച് നന്മയിൽ മുന്നേറാൻ റമദാൻ നമുക്ക് അനുകൂലമായി അല്ലാഹുവിൽ സാക്ഷി പറയുന്ന ആ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളൊക്കെ ഒന്നുകൂടി ഉഷാറാവാൻ, ജാഗ്രത കാണിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമുത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി സൂക്ഷിക്കണമേ എന്ന് എന്നോടൊന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഫിത്ർ, സക്കാത്ത്, നോമ്പിൽ നമുക്ക് വന്ന ന്യൂനതകളും മറ്റുമൊക്കെ പരിഹരിക്കപ്പെടാനും, നമ്മൾക്ക് പെരുന്നാളിന് ഭക്ഷണമുണ്ടാക്കാനുള്ളത് കഴിച്ച് ആർക്കു കണ്ടോ
അതെ, അവരെല്ലാവരും പിതൃ സക്കാത്ത് നൽകേണ്ടതാണ്. 100 രൂപയാണ് നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് പെർ ഹെഡ് ഒരാൾക്കെന്ന് നമ്മൾ നൽകേണ്ടത്. അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ അന്ന് പ്രസവിച്ച കുട്ടിയുണ്ടോ ആ കുട്ടിക്ക് മുതൽ നമ്മളെ വീട്ടിൽ ഒരു വേലക്കാരിയായിട്ട് ഒരാളുണ്ടോ അവർക്ക് വരെ വീട്ടുടമയായ കുടുംബനാഥൻ അത് നൽകിയിരിക്കണം. അതാണ് ഫിത്ർ സക്കാത്ത്. അത് നമുക്കറിയാലോ, സംഘടിതമായിട്ടാണ് അത് നൽകാറുള്ളത്. റമദാൻ 28 മുമ്പ് നമ്മളത് ഇവിടെ ആണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ അത് കമ്മിറ്റി ഏൽപ്പിക്കണം. 28 മുമ്പ് അതോടുകൂടി ക്ലോസ് ചെയ്യും. കാരണം പെരുന്നാൾ കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ മുമ്പ് അത് കൊടുത്താലേ അത് ഫിത്ർ സക്കാത്ത് ആകും. ഫിത്ർ സക്കാത്ത് ആകണമെങ്കിൽ നേരത്തെ കൊടുക്കണം. അതെ, പെരുന്നാളിന്റെ മുസലിലേക്ക് വരുന്നതിന് മുമ്പ് അത് തീർന്നിരിക്കണം. അതുകൊണ്ട് ഇതൊക്കെ വാങ്ങി സംഘടിപ്പിച്ചു കൊടുക്കാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ട് 28 മുമ്പ് എല്ലാവരും അത് നൽകേണ്ടതാണ്. 100 രൂപ ഒരാൾക്കെന്ന നിലക്കാണ് നമ്മളത് നൽകേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. സക്കാത്ത് കൗണ്ടർ നമുക്കറിയാലോ, കഴിഞ്ഞ ആഴ്ചക്ക് വിശദീകരിക്കപ്പെട്ട അതിന് സംവിധാനവും കൗണ്ടർ ഇവിടെ ഉണ്ട്. നമ്മുടെ സക്കാത്ത് സംഘടിതമായി നൽകാൻ അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ സംവിധാനത്തിൽ ഇനിയും കൊടുക്കാൻ ബാക്കിയുള്ളവർ അതൊക്കെ ബാധ്യതകളൊക്കെ തീർക്കാൻ സക്കാത്തിന്റെ കൗണ്ടറുമായി നിങ്ങൾ സമീപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ഒരു പോയിന്റ് കൂടി പറയാനുള്ളത് വെച്ചാൽ, പലപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ശരിക്കും ഫക്കീർ മിസ്കീനി എന്നവർക്കാണ് ആ ഫിത്ർ സക്കാത്ത് എത്തിച്ചു കൊടുക്കേണ്ടത്. അതെ, ഫക്കീർ മിസ്കീൻ ഇവർക്കാണ് ആ ഫിത്ർ സക്കാത്തിന്റെ അരി എത്തിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ കമ്മിറ്റി ഏൽപ്പിക്കുന്നതോട് നമ്മളെ ബാധ്യത കഴിഞ്ഞ്, അതുകൊണ്ട് വേഗം അത് കമ്മിറ്റി ഏൽപ്പിച്ച് നമുക്ക് രക്ഷപ്പെടാൻ ബാക്കി കമ്മിറ്റിയാണ് അത് നോക്കേണ്ടത് എന്നതാണ് അതിലുള്ളത്. അത് നമുക്കൊരു സമാധാനമാണ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് കൊടുത്തോളണം. അത് അർഹതപ്പെട്ടവർ എത്തിക്കേണ്ടത് അത് വാങ്ങുന്നൊരു ഉത്തരവാദിത്തമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈദ് കിസ്വ, കുട്ടികൾക്ക് ശരിക്ക് പെരുന്നാൾക്ക് ഒരു പുത്തൻ ഉടുപ്പ് എന്ന് അത് ആഗ്രഹിക്കുന്ന വാങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് നമ്മളിപ്പോൾ തന്നെ 25 പര കുട്ടികൾക്ക് കൊടുത്തുപോയി. ഇനിയും കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് 1300 രൂപയാണ് ഇവിടുത്തെ നമ്മളെ വിദ്യാർത്ഥികളെ സമീപിച്ച് നിങ്ങൾ ഇനിയും ഉള്ളവർ അത് നൽകണമെന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹ് 7:30 നമ്മൾ ഈദ്ഗാഹ് നമ്മുടെ പള്ളിയുടെ സമീപത്തുള്ള റോക്ക് അരീന ഫുട്ബോൾ ഗ്രൗണ്ട് ടർഫിലാണ് ആ ഈദ്ഗാഹ് ഇൻഷാ അല്ലാഹ് നടക്കുക. അവിടെ നമുക്ക് ഷുഐബ് സുല്ലമിയാണ് നമുക്ക് അതിന് നേതൃത്വം നൽകുക. അതിൽ നമ്മളെല്ലാവരും നേരത്തെ ഈദ്ഗാഹിലേക്ക് വരേണ്ടതാണ്. ഇതിലേക്ക് വരുന്ന രീതി നമുക്കറിയാലോ. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം അല്പം കഴിച്ചിട്ടാണ് ഈദ്ഗാഹിലേക്ക് നമ്മൾ വരേണ്ടത്. തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വരേണ്ടത്. 2 വഴിയിലൂടെയാണ് വരേണ്ടത്. വന്ന വഴിക്കല്ലാതെ മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ചു പോകേണ്ടത്. അതെ, നമ്മൾ കുളിച്ച് സുന്നത്തായ കുളിയൊക്കെ കുളിച്ച് ശരിക്കും ഉള്ളതിൽ, എല്ലാവർക്കും ചിലപ്പോൾ പുതിയ വസ്ത്രം ഇടാൻ സൗകര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ലതാണ്. സ്ത്രീകൾ എന്ത് ചെയ്യണം, പുരുഷന്മാരുള്ള വ്യത്യാസം, സ്ത്രീകള് അത്തറ് പുരട്ടാൻ പാടില്ല. പുരുഷന്മാർ അത്തറ് പോലത്തെ ഉപയോഗിച്ച് അങ്ങനെ ആ ഒരു തക്ബീർ ചൊല്ലി കുടുംബത്തോടുകൂടി നമ്മൾ ഈദ്ഗാഹിലേക്ക് പ്രവേശിക്കണം. നമുക്കറിയാലോ, ആർത്തവമുള്ള സ്ത്രീകൾ വരെ അവർക്ക് വരെ എന്ത് ചെയ്യാം, ഈദ്ഗാഹിലേക്ക് ആ തക്ബീർ ചൊല്ലി വരാനും മുസല്ലാൻ അവർ ആ നിസ്കാര സ്ഥലത്തുനിന്ന് നിസ്കരിക്കാൻ നിന്നാൽ മതി. ബാക്കി എല്ലാത്തിലും തക്ബീറിലും മറ്റുള്ള എല്ലാ കർമ്മത്തിലും അവർക്കും പങ്കാളികളാകാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ കുടുംബസമേതം ഈദ്ഗാഹിലേക്ക് ടറഫിലേക്ക് എത്താൻ എല്ലാവരും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണമെന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തണം. അതേപോലെ നമ്മൾ എല്ലാ ഞായറാഴ്ചകളും നമ്മൾ റമദാനിലെ ഞായറാഴ്ചകളിൽ നടക്കാറുള്ള ക്ലാസ്, അത് ഈ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ഇവിടെ ക്ലാസ് 9:30 മുതൽ 12:30 വരെയുള്ള ക്ലാസ്സിൽ നമ്മൾ അംസക്കുട്ടി സലഫിയും ഷിയാബ് അടക്കരയുമാണ് സംസാരിക്കുന്നത്. ആ ക്ലാസ്സിലേക്കും കുടുംബസമേതം എല്ലാവരും എത്താൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഇന്നത്തെ കലക്ഷനാണ്. ഇന്നത്തെ കലക്ഷൻ എളങ്കൂർ മൗലാനപ്പടി എന്ന് പറയുന്ന നമ്മുടെ ഈ വണ്ടൂർ അടുത്തുള്ള പ്രദേശത്തുള്ള അവർ നമ്മൾക്ക് പള്ളി നിർമ്മിക്കാൻ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്തിന് 1 സെന്റിന് 3 ലക്ഷം രൂപയാണ് വില. ആ സ്ഥലമെടുപ്പിലാണ് അതിനുവേണ്ടി
വളരെ നേരത്തെ ഇവിടെ എത്തുകയും ഇവിടെ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് അവരുടെ ഒരു പാവപ്പെട്ട ഒരു ഏരിയയാണ്. അവിടെ ഒരു പള്ളി ഉണ്ടാകുക എന്നുള്ളത് അവിടെ അടങ്ങാത്തൊരാഗ്രഹമാണ്. ഈ ഒരു അവസാനത്തെ റമദാനിലെ വെള്ളിയാഴ്ച ആവാൻ സാധ്യതയുള്ള ഈ വെള്ളിയാഴ്ചയിൽ നമ്മളെല്ലാവരുടെയും കീശേന്ന് ഒരു കനപ്പെട്ടത് അങ്ങോട്ട് വീഴുന്ന രൂപത്തിലേക്ക് നമ്മൾ ദാനം ചെയ്യണം. ചില ആളുകളെങ്കിലും ഞാനിങ്ങനെ നോക്കുമ്പോൾ, ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാശിടാതെ ഇങ്ങനെ പോകാറുണ്ട്. അത് നല്ലൊരു ശീലമല്ല. നമ്മളെല്ലാവരും ദാനം ചെയ്യണം. ദരിദ്ര സമയത്താണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കണം. ശരിക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ദാനം ചെയ്യുമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരു ഉള്ളി അയൽവാസിക്ക് കൊടുത്തിരുന്നു. അത്ര വരെ ദാനം ഈ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തതായി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റമദാനിൽ ഏറ്റവും ശ്രദ്ധിച്ച് നമ്മളൊക്കെ ആ ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു കനപ്പെട്ടത് അവർക്ക് ലഭിക്കുമാർ. അങ്ങനത്തെ ആ ഒരു പള്ളി ഉണ്ടാകുന്നതിന്റെ പുണ്യം ബന മസ്ജിദുൽ ജന്ന, സ്വർഗത്തിലൊരു ഭവനമാണ് ഒരു പള്ളി ഉണ്ടാക്കാൻ. ഒരു പള്ളി ഉണ്ടാക്കിയാൽ എന്നുള്ള അതിന് നമ്മൾക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ സാധിക്കാത്തവർ പറ്റാവുന്നത് നമ്മൾ നൽകണമെന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മൾ സാധാരണ പള്ളിയുടെ പിന്നെ ദൈനംദിന ചെലവിനുള്ള കലക്ഷൻ അതും ഉണ്ടാകും. അതിൽ നിങ്ങൾ അത് ബക്കറ്റിൽ വേറെ നിക്ഷേപിക്കേണ്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാത്തിലും പുണ്യത്തിൽ പങ്കാളികളായി ഏറെ നന്മയുടെ കാര്യത്തിൽ തൽപരരായി ഇഖ്ലാസുറ്റ ജീവൻ നയിച്ച് അങ്ങനെ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടാനുള്ള പ്രാർത്ഥനയുണ്ടായി തൗബ ചെയ്ത് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി ഈ നോമ്പ് നമുക്കനുകൂലമായി നാളെ സാക്ഷി പറയുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ഇനി അങ്ങോട്ടുള്ള ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. ഡ്രസ്സൊക്കെ നേരത്തെ വാങ്ങണമെന്ന് നമ്മൾ കഴിഞ്ഞ കുത്തുബയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. റമദാൻ വരുന്നതിന് മുമ്പ് ഇനിയും വാങ്ങാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, പകൽ സമയത്ത് പോവുക. രാത്രിയാണ് നമ്മൾ കുറച്ചുകൂടി ഹയാത്താക്കേണ്ട. പള്ളിയിൽ തന്നെ വേറെ പകലിൽ ഇരിക്കാൻ കഴിയാത്തവർ കൂടി നമ്മൾ രാത്രി ഇരുത്തവും ആ തഹജ്ജുദ് നമസ്കാരവുമൊക്കെ നമ്മൾക്ക് നിർവഹിക്കാൻ പരമാവധി എന്തെങ്കിലും അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ നേരത്തെ പകലൊക്കെ പോയി വേഗം വാങ്ങി നമ്മൾ കൂടുതൽ പള്ളിയിലേക്ക് തന്നെ അണയാൻ നമുക്ക് സാധിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളൊരിക്കലും പിന്നെ എന്താവരുത്, ഒരു സീസൺ പ്രവർത്തനമായി നമ്മുടെ കർമ്മങ്ങൾ മാറാനും പാടില്ല. ഇതൊക്കെ റെഡിയായി റമദാൻ കഴിഞ്ഞോടുകൂടി എന്ത് ചെയ്യും, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു, വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും വീണ്ടും വിശ്വസിക്കുകയും വീണ്ടും അവിശ്വസിക്കുകയും ചെയ്യുന്നവർ. സൂറത്തുൽ നിസായിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പറ്റി. സീസണാകുക, ഏത് റമദാൻ ആകുമ്പോൾ നന്നാകുക. സുബൈക്ക് പള്ളി വരിക, തറാവിക്ക് വരിക, ഇശാക്ക് വരിക, അത് കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞോട് കൂടി എന്ത് ചെയ്യുക, പഴയ കൊലത്തിക്കാനായിട്ട് പോവുക. അടുത്ത റമദാനാകുമ്പോൾ വീണ്ടും വരിക. അതിനിടയിൽ പിന്നൊന്നും നന്നാവും, വാപ്പൊക്കെ മരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ നന്നായി കുറച്ച് ദിവസം. അങ്ങനെ ഒരു മാസക്കാലം കുറച്ച് ഒരു സീസണായിട്ട് ഉള്ളൊരു വർക്ക് അത് ഇസ്ലാമിന് അന്യമാണ്. അതെ, ഇനി നമ്മൾ അലാറം ഓഫാകാൻ പാടില്ല. റമദാൻ കഴിഞ്ഞാലും അലാറം ഓഫായിരുന്നു. റമദാനിൽ എല്ലാവരും അലാറൊക്കെ വെച്ചുകൊണ്ടിരും. ഇനി തഹജ്ജുദിന് അലാറൊക്കെ ഓഫാവാതെ ഉണ്ടാവണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സീസൺ ആവരുത്. ചെയ്യുന്നത് കുറച്ചായാലും സ്ഥിരമായി ചെയ്യണം അല്ലാഹ്ക്ക് ഇഷ്ടം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ചിട്ടയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇന്നല്ലദീന ആമനു സുമ്മ കഫറു, തീർച്ചയായും വിശ്വസിക്കുകയും സുമ്മ കഫറു വീണ്ടും അവിശ്വസിക്കുകയും സുമ്മ ആമനു വീണ്ടും വിശ്വസിക്കുകയും സുമ്മ കഫറു വീണ്ടും അവിശ്വസിക്കുകയും ചെയ്യുന്നവർ സുമ്മ സിദാദു കുഫ്ർ, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, ആ കുഫർ, ആ ഒരു നിഷേധം വർദ്ധിച്ചു വരും. അങ്ങനെയുള്ളവർ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. വലാ ലിയഹ്ദിയഹും സബീല, അവരല്ലാഹു സന്മാർഗത്തിലാക്കില്ല. ബശ്ശിരിൽ മുനാഫിഖീന, അങ്ങനെയുള്ള കപട വിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. ബി അന്ന ലഹും അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷയെക്കുറിച്ച്. റബ്ബ് കാക്കട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തുക, വളരെ താഴ്മ കാണിക്കുക. ഒരുപാട് പേർ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രോഗികളായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്നവർ, അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൽ പോലും
ഇങ്ങോട്ട് വരാൻ സാധിക്കാതെ അവരെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അർഹമായ നന്മ, ജുമാക്ക് പങ്കെടുത്ത പുണ്യം അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരീ സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിന് വിട പറയുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവോട് ഏറെ ഇസ്തിഗ്ഫാർ നടത്തി മാപ്പി